السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, ഈ നാട്ടിലെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, ഇന്നിവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ലോകങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, അവൻ ഈ ലോകം പടച്ചതിൻ്റെ ലക്ഷ്യമായ തൗഹീദ് എന്ന ആ ലോക സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള വിഷയം നിങ്ങളേവരെയും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയും അതിനു വിരുദ്ധമായി ജനങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഈ ഏകദൈവാരാധനക്കെതിരായിട്ടുള്ള വ്യത്യസ്ത ബഹുദൈവാരാധന പ്രവർത്തനങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ്. മറ്റുള്ള മതങ്ങളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം വ്യതിരക്തമായി നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം അനുശാസിക്കുന്ന ഏകദൈവാരാധന തന്നെയാണ്. ഇസ്ലാമിൽ നിസ്കാരമുണ്ട്. മറ്റു മതങ്ങളിലും യഹൂദന്മാർ നിസ്കരിക്കാറുണ്ട്. ഇസ്ലാമിൽ ദാനധർമ്മമുണ്ട്. ഇതര വിശ്വാസി സമൂഹവും അവർക്ക് സാധിക്കുന്ന പോലെയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള നന്മകൾ പലപ്പോഴും മറ്റു പല പദങ്ങളിലും അത് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവയിൽ നിന്നെല്ലാം പരിശുദ്ധ ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏകദൈവാരാധന മാത്രമാണ്. അഥവാ ലോകങ്ങളെ സൃഷ്ടിച്ച ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ആരാധനകളെല്ലാം അർഹതയില്ലാത്ത അവന്റെ പടപ്പുകളിലേക്ക് വകവെച്ചു കൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നമ്മൾ നൽകുക എന്നുള്ള കാര്യത്തിനാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ തൗഹീദ് എന്ന് പറയുന്നത്. ആ വാക്കിനർത്ഥം ഏകനാക്കുക എന്നുള്ളതാണ്. അഥവാ ഈ ലോകങ്ങളെ പടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരാൾക്കും അതിൽ പങ്കില്ല എങ്കിൽ ആ ലോകങ്ങളുടെ റബ്ബായ
അവന് മാത്രം നന്ദി കാണിച്ചുകൊണ്ട് അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ള കാര്യത്തിനാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. അതിനു വിരുദ്ധമായ അള്ളാഹുവിന്റെ ദുർബലരായ പടപ്പുകളോട് അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ, ആരാധനകൾ അത് വകവച്ച് നൽകുന്നതിനാണ് തൗഹീദിന്റെ നേർവിരുദ്ധ വാക്കായ ശിർക്ക് എന്ന് പറയുന്നത്, അഥവാ പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പടച്ചിട്ടുള്ളത്, എന്നെയും നിങ്ങളെയും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മനുഷ്യരെയും പടച്ചിട്ടുള്ളത്, നമ്മുടെ മുകളിലുള്ള ആകാശത്തെ പടച്ചിട്ടുള്ളത്, നാം സഞ്ചരിക്കുന്ന ഈ ഭൂമിയെ പടച്ചിട്ടുള്ളത്, നാം കാണുന്ന സമുദ്രത്തെയും നാം കാണുന്ന മലകളെയും അങ്ങനെയുള്ള മുഴുവൻ പടപ്പുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പടച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് ഒരേ ഒരു കാര്യത്തിനു വേണ്ടി മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുവർഗത്തെയും എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം നമ്മെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ലക്ഷ്യം സഹോദരങ്ങളെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ സമൂഹത്തിലേക്കും അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. തീർച്ചയായും എല്ലാ സമുദായത്തിലേക്കും നാം നമ്മുടെ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ജനങ്ങളോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി അനിഅ്ബുദുല്ലാഹ്, ഓ ജനങ്ങളെ, നിങ്ങളെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, നിങ്ങളുടെ ആരാധനകൾ മുഴുവനും അവന് നൽകണം. വജ്തനിബു താഗൂത്ത്, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെ അവരെ മുഴുവനും നിങ്ങൾ വെടിയേണ്ടതുണ്ട്. അവർക്കതിന് അർഹതയില്ല, അവർ കേവലം ദുർബലരായ പടപ്പുകൾ മാത്രമാണ് എന്ന് പറയുന്നതിനു വേണ്ടി സകല ഉമ്മത്തിലേക്കും സകല സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിമാരെ, ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ നബിയെ, മുഹമ്മദ് നബിയെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബിയെ, താങ്കളെ നിയോഗിച്ചിട്ടുണ്ട്, താങ്കൾക്ക് മുമ്പുള്ളവരെയും നിയോഗിച്ചിട്ടുണ്ട് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി, ഞാനല്ലാതെ ഇബാദത്തുകൾ നിർവഹിക്കാനായി മറ്റൊരാളുമില്ല. അതിനാൽ ഫഅബ്ദൂൻ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആരാധന കർമ്മങ്ങൾ എനിക്ക് നൽകണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു മരിച്ചുപോയ മഹാനായ പ്രവാചകനാണ്. നമ്മുടെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മക്കയിലേക്ക് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി നിയോഗിച്ചതിന് ശേഷം ആ ജനങ്ങളെ ആദ്യമായി ക്ഷണിച്ചത് ഏതിലേക്കായിരുന്നു? ആ ജനങ്ങളെ ആദ്യമായി ക്ഷണിച്ചത് സഹോദരങ്ങളെ ഇതുപോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറി നിൽക്കുമായിരുന്നു. അവിടുന്ന് ആ ജനങ്ങളോട് പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. ആരാധനക്ക് അർഹതയുള്ളത് ഈ ലോകങ്ങളെ പടച്ച റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് എന്ന് നിങ്ങൾ പറയുക. തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയമുണ്ട്, നിങ്ങൾ പരാജയപ്പെടുകയില്ല, നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുമായിരുന്നു. അവിടുത്തെ അവസാനത്തെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ലോകത്ത് വിട പറയുന്ന സമയത്തും സഹോദരങ്ങളെ അവിടുന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുള്ളത് ഈ തൗഹീദ് തന്നെയായിരുന്നു. ആരാധനകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർപ്പിക്കണം എന്ന കാര്യം തന്നെയായിരുന്നു. മരണശൈലിയിൽ കിടക്കുന്ന സമയത്തും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാറ, യഹൂദികളെയും നസ്രാണികളെയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിലുണ്ടായി. എന്തുകൊണ്ടാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റിയിട്ടുള്ളത്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ നബിമാരെ ആദരിക്കുക എന്നുള്ള പേരിൽ അവരുടെ നബിമാരുടെ ഖബറുകളെ, അവർ മരണപ്പെട്ടു പോയി മറമാടിയിട്ടുള്ള ഖബറുകളെ
അള്ളാഹുവിന് ആരാധന കേന്ദ്രമാക്കി മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നിന്നും അവരകറ്റിയിരിക്കുന്നു. അവർക്ക് ശാപം അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ അവരിൽ ആദ്യത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, മക്കയിലുള്ള ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അവർ അങ്ങേയറ്റം വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നവരായിരുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി നിന്ന് പ്രബോധനം ചെയ്ത് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ കാണുന്ന കല്ലുകൾക്കോ ഈ കാണുന്ന മരങ്ങൾക്കോ അല്ലെങ്കിൽ എന്നോ മരണപ്പെട്ടു പോയ സാലിഹ്യങ്ങൾക്കോ ഇവർക്കാർക്കും ആരാധനക്ക് അർഹതയില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി അവിടെയുള്ള ജനങ്ങൾ, സഹോദരങ്ങളെ, ഏകദൈവ ആരാധന സ്വീകരിക്കുകയാണ്. മക്ക മുഴുവനും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മരണപ്പെട്ടു പോകുന്ന സമയത്ത് മക്ക വിജയമുണ്ടാകുന്നു. മക്കയിലും മദീനയിലും സഹോദരങ്ങളെ ധാരാളക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് അഥവാ ആരാധനകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നുള്ള സത്യത്തിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, കാലം കഴിഞ്ഞുപോയി. പിന്നീട് ഇസ്ലാമിക സമൂഹത്തെ ഏതൊരു ജാഹിലിയത്തിലാണോ, ഏതൊരു ബഹുദൈവാരാധനയിലാണോ അവരുണ്ടായിട്ടുള്ളത്, അതിലേക്ക് തന്നെ ഈ ഉമ്മത്ത് പതിയെ പോകുന്ന കാഴ്ചകളാണ് സഹോദരങ്ങളെ പിന്നീട് കണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ പടച്ച ലക്ഷ്യം എന്ന് പറയുന്ന തൗഹീദ് അത് പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ, അത് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ നിന്നും വീഴ്ച വരുത്തിയപ്പോൾ, ആളുകൾ അത് പഠിച്ചു മനസ്സിലാക്കാതെ അകന്നപ്പോൾ, സഹോദരങ്ങളെ, ഏതൊരു ജാഹിലിയത്തിലാണോ, ഏതൊരു ബഹുദൈവാരാധനയിലാണ് അവരുണ്ടായിട്ടുള്ളത്, അതിലേക്ക് തന്നെ വീണ്ടും മടങ്ങിപ്പോകുന്ന അവസ്ഥ സഹോദരങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ആദ്യ നൂറ്റാണ്ടിൽ എവിടെയും നമുക്ക് മുസ്ലിം ലോകത്ത് മുസ്ലിമീങ്ങൾ ഖബറിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആദ്യ നൂറ്റാണ്ടിൽ എന്നല്ല, രണ്ടാമത്തെ നൂറ്റാണ്ടിലെടുത്താലും സഹോദരങ്ങളെ, ആദ്യത്തെ ഉത്തമ തലമുറയിൽ എവിടെയും നമുക്ക് മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ഒക്കെ ഖബറുകൾ ഉണ്ടാക്കുകയോ ജാറങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ പറയുന്ന ജാറങ്ങളിലുള്ള വ്യക്തികളോട് അങ്ങേയറ്റം വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ദയനീയമായ രംഗം ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല. പിന്നീട് സഹോദരങ്ങളെ, ശിർക്ക് കടന്നു വരികയാണ്. വ്യത്യസ്ത ആശയങ്ങൾ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ സാലിഹീങ്ങളായ സച്ചരിതരായ മനുഷ്യന്മാരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക എന്നുള്ള പേരിൽ അവരുടെ ഖബറുകൾ കെട്ടിയുയർത്തുകയും പിന്നീട് ആ ഖബറാളിയോട് തന്നെ പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന അവസ്ഥ സഹോദരങ്ങളെ പിന്നീട് മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വരികയാണ്. അങ്ങനെ കടുത്ത ശിർക്കിലേക്ക് ആളുകൾ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ പരിശുദ്ധ ഇസ്ലാമിലേക്ക് തിരിച്ചു നടക്കേണ്ടതുണ്ട്. അതിന് സഹായകമാകുന്ന ചില കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ നിങ്ങളേവരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ബഹുമാന്യരായ മുസ്ലിമീങ്ങളായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സാഗൂതം ശ്രവിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിതാ പറഞ്ഞിരിക്കുന്നു, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിഗുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയും അങ്ങനെ ആ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹിദായത്തും സന്മാർഗവും പ്രദാനം ചെയ്യുക എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന കാര്യത്തെക്കുറിച്ച് കരുതിയിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിന് സഹായകമാകുന്ന ചില അടിസ്ഥാനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേൾപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, തൗഹീദിനെ മനസ്സിലാക്കണമെങ്കിൽ, യഥാർത്ഥ ഇസ്ലാമികമായ ഏകദൈവ ആരാധന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും പല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്താണെന്ന് പറയുമ്പോൾ ശിർക്ക് എന്താണെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ വഴിപഴപ്പിക്കുന്ന ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ അവരെ തൗഹീദാണെന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ശിർക്കാണെന്നും പറഞ്ഞുകൊണ്ട് തൗഹീദിനെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി ആ തൗഹീദും ശിർക്കും വേർതിരിച്ചു മനസ്സിലാക്കണമെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മക്കയിലെ ജനവിഭാഗത്തോടാണോ നിങ്ങൾ ശിർക്കിലാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ മക്കയിലുള്ള മുശ്രിക്കുകളുടെ ബഹുദൈവാരാധകരുടെ വിശ്വാസം എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. മക്കയിലുള്ള മുശ്രിക്കുകളായ ബഹുദൈവാരാധകരായ ആളുകൾ ഏതൊരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരമായി പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തിയ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ, അവർ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയ ആളുകൾ തന്നെയായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയ, ആ പ്രയാസം കാരണത്താൽ സ്വന്തം നാട് തന്നെ വിട്ടുപോകേണ്ടി വന്ന ആ മക്കയിലുള്ള മുശ്രിക്കുകൾ, സഹോദരങ്ങളെ, അബൂ ലഹബും അബൂ ജഹലും അടങ്ങുന്ന മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവർ കൃത്യമായി വിശ്വസിച്ചിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ആകാശഭൂമികളെ പടച്ചതെന്നുള്ളത്. അവർ ആരാധിച്ചിരുന്ന ലാത്തക്കോ ഇസ്സക്കോ മനാത്തക്കോ, അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോ അവർ ആരാധിച്ചിരുന്ന നബിമാർക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ അഥവാ ആകാശഭൂമികളെ പടക്കുന്ന കാര്യത്തിൽ, അതിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ആകാശഭൂമികളെ പടച്ചതെന്നും നിയന്ത്രിക്കുന്നതെന്നും കൃത്യമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നുവെന്ന് സാരം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് കൃത്യമായി വിശദീകരിക്കേണ്ടി വരുന്നത്? കാരണം ഇന്ന് നമ്മൾ ശിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്യുമ്പോൾ ആളുകൾ പറയും, ആളുകൾ ധ്വനിപ്പിക്കും, മുസ്ലിമീങ്ങളായ ആളുകളെ ചില മുസ്ലിയാക്കന്മാർ വന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയില്ലായിരുന്നു, അവർ വിശ്വസിച്ചിരുന്ന അള്ളാഹു ഏതോ ആയിരുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നത് നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹു തആല പറയുകയാണ്, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലാ യഖൂലുന്ന അല്ലാഹ്. നബിയെ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളോട്, തങ്ങളിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കുക, ഈ ആകാശഭൂമികളെ ആരാണ് പടച്ചിട്ടുള്ളത് എന്നാ മക്കയിൽ ഉണ്ടായിരുന്ന ആ മനുഷ്യരോട് ചോദിച്ചു നോക്കുക. അപ്പോഴത് അവർ പറയുന്ന ഉത്തരം അല്ലാഹു തആല പറഞ്ഞു തരികയാണ്, ലാ യഖൂലുന്ന അല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ആകാശഭൂമികളെ പടച്ചത് എന്ന് മക്കയിലുള്ള മുശ്രിക്കുകൾ പറയുകയാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത ആളുകൾ മറുപടി പറയുകയാണ്. നോക്കൂ, അല്ലാഹു തആല ഖുർആനിൽ മറ്റൊരിടത്ത് പറയുകയാണ്, അവരോട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്, ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. നബിയെ, അവരോട് ചോദിക്കുക, ഭൂമിയും അതിലുള്ള മുഴുവൻ കാര്യങ്ങളും ആരുടെ അധീനതയിലാണ്, ആർക്കാണ് അതിന്റെ അധീനതയുണ്ട്, ആർക്കാണ് അതിന്റെ എല്ലാം നിയന്ത്രണമുള്ളത് എന്ന് ചോദിക്കുക. അല്ലാഹു തആല അവരുടെ ഉത്തരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സയഖൂലൂന ലില്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഭൂമിയെയും അതിലുള്ള മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതെന്ന് മക്കയിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ച, ക്രൂരമായി മർദ്ദിച്ച ആ മുശ്രിക്കുകൾ, സഹോദരങ്ങളെ, അവർ വിശ്വസിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. നോക്കൂ, അല്ലാഹു തആല ഈ കാര്യം നിരവധി തവണ, അനവധി പ്രാവശ്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് ചോദിക്കാൻ പറയുകയാണ്, ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്, 7 ആകാശങ്ങളുടെ രക്ഷിതാവാരാണ്, റബ്ബാരാണെന്ന് ചോദിക്കുക നബിയെ. വറബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ ഉടമ ആരാണെന്ന് നബിയെ ഈ മക്കയിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്നെയാണ്. അല്ലാഹു ചോദിക്കാൻ പറയുന്നു, ഖുൽ അഫലാ തത്തഖൂൻ, എങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മത കാണിച്ചൂടെ? ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളെ പടച്ചതെന്നും ആകാശത്തിന് മുകളിലുള്ള ആ അർശിന്റെ നിയന്ത്രണം അവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ, ഈ കാണുന്ന മുഴുവൻ സസ്യലതാദികളെയും മുളപ്പിക്കുന്നത്, ഈ കാണുന്ന മുഴുവൻ മൃഗങ്ങൾക്കും റിസ്ക് നൽകുന്നത്, ഉപജീവനം നൽകുന്നത് അവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്തുകൊണ്ട് അവനെ മാത്രം നിങ്ങൾക്ക് ആരാധിച്ചുകൂടാ? എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ നടത്തിക്കൂടാ എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ പറയുകയാണ്. ഇനിയും കേൾക്കുക, അവരുടെ വിശ്വാസം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുവാൻ പറയുന്നു. നബിയെ ചോദിക്കുക, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാത്തിന്റെയും ഉടമസ്ഥത ആർക്കാണ് എന്ന് ആ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുക. വഹുവ യുജീറു വലാ യുജാറു അലൈഹി, ഒരുവൻ, അവനാണ് എല്ലാവർക്കും അഭയം നൽകുന്നത്, അവനെതിരെ അഭയം നൽകാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒരുവൻ ആരാണെന്ന് ചോദിക്കുക നബിയെ. അവർ പറയുന്നു, സയഖൂലൂന ലില്ലാഹ്, സയഖൂലൂന ലില്ലാഹ്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എന്ന് സഹോദരങ്ങളെ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പറയുകയാണ്. ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആകാശഭൂമികളെ പടച്ചിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പ്രഖ്യാപിക്കാനല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞാൽ
മുശ്രിക്കുകൾ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ അവർ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നു. അവർ പറയുമായിരുന്നു, നബിയെ താങ്കൾ വരുന്നതിന് മുമ്പ് തന്നെ ആകാശഭൂമികളെ പടച്ചത് അല്ലാഹു ആണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. താങ്കൾ വരുന്നതിന് മുമ്പ് തന്നെ ആകാശത്തു നിന്നും മഴ വർഷിക്കുകയും അതിലൂടെ സസ്യലതാദികൾ മുളപ്പിക്കുകയും ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം എന്നവർ മറുപടി പറയുമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞില്ല. മറിച്ച് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൃത്യമായി അവരുടെ മറുപടി പറയുകയാണ്. അല്ലാഹു തആല അവരുടെ മറുപടി നമുക്ക് അറിയിച്ചു തരികയാണ്. അവർ തിരിച്ചു ചോദിച്ചത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഞങ്ങൾ ഈ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെല്ലാം ഒഴിവാക്കിയിട്ട് ഏകനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവന് മാത്രം പ്രാർത്ഥനകൾ നൽകുക എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് നടപ്പില്ല. ആരാധനകൾ ഞങ്ങൾ വ്യത്യസ്തമായി നൽകും. ആരാധനകൾ അള്ളാഹുവിനും ഞങ്ങൾ നൽകും, അള്ളാഹു അല്ലാത്ത ആളുകൾക്കും നൽകും. അത് ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും. അതല്ലാതെ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും ലോകം പടച്ച റബ്ബിന് മാത്രമേ നൽകാവൂ, അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ആകാശത്തെ പടച്ചത് അള്ളാഹു ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം, ഭൂമിയെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, പ്രാർത്ഥനകൾ അർപ്പിക്കാവൂ എന്ന് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, സ്വാഭാവികമായും നമുക്ക് അപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം, എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇത്തരത്തിലുള്ള ആളുകളെ അവരോട് പ്രാർത്ഥിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആളുകളോട് സമീപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അവർ പറയുകയും ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഖബറുകളുടെ മുമ്പിൽ പോയി അവർ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചത് എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചേക്കാം. ആകാശങ്ങളെ പടച്ചത് അള്ളാഹു ആണെന്ന് അവർ വിശ്വസിച്ചെങ്കിൽ അവർക്ക് നേരിട്ട് അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കാമായിരുന്നില്ലേ? അവർക്ക് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെ സഹായം ചോദിക്കാമായിരുന്നില്ലേ? പിന്നെന്തിനാണ് മക്കയിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള പുണ്യപുരുഷന്മാരെ ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം ആരാധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഖബർ കെട്ടിപ്പൊക്കി അവരുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ രൂപങ്ങൾ വിഗ്രഹങ്ങളാക്കി അവർക്ക് മുന്നിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സഹോദരങ്ങളെ, സ്വാഭാവികമായും നമുക്ക് മുന്നിൽ ഉണ്ടാകേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. അതിനുള്ള ഉത്തരവും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥനകൾ തിരിക്കാൻ, ആരാധന കർമ്മങ്ങൾ തിരിക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. മക്കയിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അതനുസരിക്കാൻ കൂട്ടാക്കാതെ നിന്ന് അതിനോട് വിസമ്മതിച്ച ആ മക്കയിലുള്ള മുശ്രിക്കുകൾ അവർ അല്ലാഹുവിന് പുറമെ ചില ആളുകളോട് അവർ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഒന്നിനും സാധിക്കുകയില്ല. അല്ലാഹു തആല അതിനിടയിൽ അതിന്റെ യാഥാർത്ഥ്യം വിശദീകരിക്കുകയാണ്. എന്നിട്ട് കാരണത്തിലേക്ക് മടങ്ങുന്നു. വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന് പുറമെ ഈ ആളുകളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ഈ ആളുകളോട് സഹായം തേടുന്നത്, വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ലാത്ത ഞങ്ങൾക്ക് ശുപാർശകനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഉസ്സ ഞങ്ങൾക്ക് ശുപാർശകനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങൾക്ക് ശുപാർശകനാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരാൻ ഞങ്ങൾ അവരോട് പറയും, അവർ അല്ലാഹു തആലയോട് പറയും. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവരുടെ അടുക്കൽ പോയി ശുപാർശക്ക് വേണ്ടി ഇവർക്കുള്ള ഇബാദത്തുകൾ ചെയ്യുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിശ്വാസം അവർ പറഞ്ഞപ്പോൾ നബിയോട് തിരിച്ചു ചോദിക്കാൻ പറയുകയാണ്, ഖുൽ അതുനബ്ബിഊന അല്ലാഹ് ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദ് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ അവന്റെ അടുക്കലേക്ക് മധ്യവർത്തികളായി നിങ്ങൾക്ക് ശുപാർശ തേടാനായി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ആകാശഭൂമികളിലില്ലാത്ത ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അങ്ങോട്ട് അറിയിക്കുകയാണോ? ആരാണ് അല്ലാഹു തആലയുടെ ദീനിൽ ഇത്തരത്തിലുള്ള ഒരു മധ്യവർത്തി സിസ്റ്റം കൊണ്ടുവന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കാൻ പറയുകയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരോടും അല്ലാഹു തആല അവരോട് അങ്ങേയറ്റം സാമീപ്യസ്ഥനാണെന്ന് അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നബിയെ വഇദാ സഅലക ഇബാദി അന്നി, നബിയെ എന്റെ അടിമകൾ ഭൂമിയിലുള്ള മനുഷ്യർ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നീ പറഞ്ഞുകൊള്ളുക, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തു തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, നിങ്ങൾ നേരിട്ട് എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകാം.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നാം പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ലാത്തയുടെ അടുക്കലേക്കും ഉസ്സയുടെ അടുക്കലേക്കും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്കും പോയി പ്രാർത്ഥിച്ചത് അവർ ഞങ്ങൾക്ക് ശുപാർശകരായി അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകുമെന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയാമെന്നും ആ ആയത്തിൽ കിട്ടുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? വയഖൂലൂന ഹൗലാ ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് ശുപാർശകരാകുമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മക്കയിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ അത് വിസമ്മതിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുക? അള്ളാഹു പറയുന്നു, അവർ പറഞ്ഞത് ഹൗലാ ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി ഇവരുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് അള്ളാഹുവിന് പുറമെ ചില ആളുകൾക്ക് അവർ ആരാധനകൾ നടത്തിയത്, പ്രാർത്ഥനകൾ നടത്തിയത്, അറവുകൾ നടത്തിയത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അവർ മടങ്ങിയിട്ടുള്ളത് ഈ ഒരു ആഗ്രഹത്തിലാണ്. തീർന്നില്ല സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മക്കയിലുള്ള മുശ്രിക്കുകൾ എന്തിനു വേണ്ടി ലോകത്തെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഒഴിവാക്കിക്കൊണ്ട് അവന്റെ ദുർബലരായ പടപ്പുകളിലേക്ക്, നമ്മെക്കാളും ദുർബലരായ മരിച്ചു മണ്ണോട് മണ്ണായ ആളുകളിലേക്ക് തിരിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു തആല ഒരു കാരണം കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. അല്ലാഹു ഔലിയ എന്നുള്ള വാക്ക് തന്നെയാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? മാ നഅബുദുഹും, ഞങ്ങൾ ആ ഔലിയാക്കളെ ഇബാദത്ത് ചെയ്യുന്നില്ല, അല്ലാഹുവിന് നൽകേണ്ടതായ പ്രാർത്ഥനകളോ സഹായഘട്ടങ്ങളോ നടത്തുന്നില്ല. എന്തിനു വേണ്ടിയിട്ടല്ലാതെ? ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഇങ്ങനെ ഞങ്ങൾ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് പ്രാർത്ഥിച്ചാൽ, ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ ജാറത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കിയാൽ, ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചാൽ, കരഞ്ഞു പറഞ്ഞാൽ, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു അടുപ്പമുണ്ടാക്കി നൽകുന്നതാണ്. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് നേർക്ക് നേരെ ചോദിക്കാൻ സാധിക്കുകയില്ല. ഇവർ മുഖേന അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പമുണ്ടാക്കുമെന്നാണ് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ ജാറങ്ങളിലേക്കും ദർഗങ്ങളിലേക്കും അങ്ങനെ ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഏതാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ജാറങ്ങളിലുള്ള ആളുകളോട് തേടുന്നത്? ഏതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ജാറങ്ങളിലുള്ള ആളുകളെ സമീപിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളാകാൻ, അവർ ബഹുദൈവാരാധകരാകാൻ ഏത് കാരണമാണോ ഉണ്ടായിട്ടുള്ളത്, ഇതേ കാരണം തന്നെ ഖുർആൻ ഒരാവർത്തി പോലും അതിന്റെ അർത്ഥം അറിഞ്ഞു മനസ്സിലാക്കി പാരായണം ചെയ്യാത്ത ഈ സാധുക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. അവർ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഈ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്, ഇത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തതേയില്ല, അറിഞ്ഞതേയില്ല. അവർ ഖുർആൻ ഓതുന്നത് തന്നെ തടയപ്പെട്ടിരിക്കുകയാണ്. ഖുർആൻ മനസ്സിലാക്കുന്നത് തന്നെ തടയപ്പെട്ടിരുന്ന കാലമാണ് അവർക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഖുർആനിന്റെ അർത്ഥം പഠിച്ചുകൂടാ, അത് മനസ്സിലാക്കിക്കൂടാ, അത് വിശദീകരണം മനസ്സിലാക്കിക്കൂടാ എന്ന് പറഞ്ഞ് അങ്ങനെ വിശദീകരണം മനസ്സിലാക്കിയാൽ പിഴച്ചു പോകുമെന്ന് സാധുക്കളായ ആളുകളെ പഠിപ്പിച്ച് പറഞ്ഞു വിട്ടത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സത്യങ്ങളെ, സഹോദരങ്ങളെ മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സാധുക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ പറയും, ഞങ്ങളിതാ മമ്പുറം തങ്ങൾ അടുക്കലേക്ക് പോകുന്നത്, മമ്പുറം തങ്ങൾ ലോകം നിയന്ത്രിക്കുമെന്നുള്ള വിശ്വാസത്തിന് ഞങ്ങൾക്കില്ല. മറിച്ച് മമ്പുറം തങ്ങളോട് നമ്മൾ ചോദിച്ചാൽ അവർ മമ്പുറം തങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ശുപാർശകനായി ഉണ്ടാകും. ഞങ്ങൾ എന്തിനാണ് റിഫായി ഷേഖിന്റെ മൗലൂദ് കഴിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് മൊയ്തീൻ മാല ചൊല്ലി അതിന്റെ മൗലൂദ് കഴിക്കുന്നത്? അങ്ങനെ ചെയ്താൽ മൊയ്തീൻ ഷേഖ് നമ്മളെ തൃപ്തിപ്പെടും. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കലേക്ക് എത്തിയാൽ മൊയ്തീൻ ഷേഖ് മറ്റെല്ലാവരുടെ മുന്നിൽ നിന്നും തന്റെ മുരീദന്മാരെ, തനിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മൗലൂദുകൾ നടത്തിയ, പ്രാർത്ഥനകൾ നടത്തിയ, അതുപോലെയുള്ള കർമ്മങ്ങൾ നടത്തിയ ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു പ്രത്യേക ഒരു പെർമിഷൻ നൽകി അവർ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമെന്നുള്ള വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര സത്യം! വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അവർ അല്ലാഹു തആലയെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു തആല ഇവർ ഈ വിചാരിക്കുന്നത് പോലെ ഈ ദുനിയാവിൽ ഏതെങ്കിലുമൊക്കെ ഭരണം കൈയാളുന്ന ആളുകളെ പോലെയാണോ? അവരിലേക്ക് നമുക്ക് നേരെ അടുക്കാൻ സാധിക്കാതെ ഇടയാളന്മാരെ നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ആളുകൾ അതിനെ തുലനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഭൗതികമായ ഭരണ സംവിധാനങ്ങളും മറ്റൊക്കെ പോലെയാണ്, അല്ലേ? ഉദാഹരണത്തിന് ഈ കരിക്കാങ്കുളത്തുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സമർപ്പിക്കണം, ഒരു പ്രത്യേകമായ കാര്യങ്ങൾ സാങ്ഷൻ ചെയ്യണമെങ്കിൽ എന്താണ് അവൻ ചെയ്യുക? സ്ഥലത്തുള്ള കോഴിക്കോട് ജില്ലയുടെ MP ഉണ്ടെങ്കിൽ അവരെ സമീപിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആരെങ്കിലുമൊക്കെ ആ പാർട്ടിയുടെ ആളുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സ്ഥലത്തിലുള്ള MLA ഉണ്ടെങ്കിൽ, ഭരണകക്ഷിയുടേതാണെങ്കിൽ അയാളെ സമീപിച്ചുകൊണ്ട് പറയും നിങ്ങളൊന്ന് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോകണം, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയണം, നാട്ടിൽ ഇങ്ങനെ ഒരു റോഡ് ആവശ്യമാണ്, അവിടെ ഇങ്ങനെ ഒരു സംവിധാനം ആവശ്യമാണ് എന്ന് പറയും. എന്തുകൊണ്ട് അയാൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയില്ല, തിരിച്ചു മുഖ്യമന്ത്രിക്കും ഇയാളെ നേരിട്ട് അറിയില്ല, അതുകൊണ്ട് പരിഗണന കുറയും. രണ്ടാമത് ഈ MLA പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അനുസരിക്കാതിരിക്കാൻ വയ്യ, കാരണം ഇയാൾ അനുസരിച്ചില്ലെങ്കിൽ പിന്നീട് പാലം വലിക്കാനൊക്കെ സാധ്യതയുണ്ട്, ചിലപ്പോൾ പാർട്ടിയൊക്കെ മാറിപ്പോകും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനുസരിച്ചേ വരൂ. ഈ രൂപത്തിൽ സഹോദരങ്ങളെ ഭൗതികമായി ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആ സ്ഥാനം കഴിയുന്ന ആളുകളോ പോലെയാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഈ കൂടിയിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ചിന്തകൾ പോലും അറിയുന്ന റബ്ബാണ് നമ്മുടെ റബ്ബ്. ആകാശത്തിന് മുകളിൽ നിന്നും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള ലത്തീഫുൻ ഖബീറുമായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയെ കേവലം മനുഷ്യരെ പോലെ ഖിയാസാക്കിക്കൊണ്ട് തുലനം ചെയ്തുകൊണ്ട് അതുപോലെയാണ് നമ്മൾ നേരിട്ട് പറയാൻ പാടില്ല എന്നാണ്, നമ്മൾ നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്നാണ്. ഇത്തരത്തിൽ മഖാമിൽ പോണം, മഖബറുകളിൽ പോണം എന്ന് പറഞ്ഞ് ജനങ്ങളെ, സഹോദരങ്ങളെ ശുദ്ധ പ്രകൃതിയിൽ നിന്നും തൗഹീദിൽ നിന്നും വ്യതിചലിപ്പിച്ചുകൊണ്ട് ശിർക്കിലേക്ക് കൊണ്ടുപോകുകയാണ്. ചിന്തിച്ചു നോക്കൂ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളും അത്രേ വിശ്വസിച്ചിരുന്നുള്ളൂ. ആകാശങ്ങളെ കുറിച്ചും ഭൂമിയെ കുറിച്ചും ഒക്കെ അതിന്റെ നിയന്ത്രണവും മറ്റുമൊക്കെ അള്ളാഹുവിനാണെന്ന് ഉറച്ചു വിശ്വസിച്ചവരാണ് അവർ. അതിനപ്പുറത്തേക്ക് ഒന്നും അവർ വിശ്വസിച്ചിട്ടില്ല. അവർ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ലാത്തയാണ് മഴ പെയ്യിപ്പിച്ചു തരുന്നതെന്ന്, പറഞ്ഞിട്ടില്ല. കഅബയെ നിയന്ത്രിക്കുന്നത് ഇബ്രാഹിം നബിയാണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. കഅബയെ പൊളിക്കാൻ അബ്രഹത്ത് സൈന്യവുമായി വന്നപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരാണ് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ലേ? സഹോദരങ്ങളെ, ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അടിസ്ഥാനം, അഥവാ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ കാര്യം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അഥവാ വിഗ്രഹ പൂജകരായിരുന്ന ആളുകൾ, അവർക്കിറങ്ങിയിട്ടുള്ള ഖുർആനിലെ വചനങ്ങളാണ് ഞങ്ങളെ സമസ്തക്കാരായ ഞങ്ങളോടും അതുപോലെയുള്ള കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഇത്തരത്തിലുള്ള ഇരു സമസ്തക്കാരോടുമൊക്കെ ഇവിടെയുള്ള സലഫികൾ അത്തരത്തിലുള്ള ആയത്തുകളൊക്കെ ഓതുന്നത് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർക്ക് ഇറങ്ങിയിട്ടുള്ള വിഗ്രഹ പൂജകർക്ക് ഇറങ്ങിയിട്ടുള്ള ആയത്തുകളാണ് എന്ന് പറഞ്ഞ് അവർ തടിതപ്പാൻ നോക്കുന്നത് കാണാൻ സാധിക്കും. അഥവാ അവരുടെ വാദപ്രകാരം ഖുർആനിൽ എവിടെയെങ്കിലുമൊക്കെ ശിർക്കിനെതിരെ താക്കീത് വന്നിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹത്തെ ആരാധിക്കുന്നത് മാത്രമാണ് എന്നേ അതിനർത്ഥമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഖുർആനിൽ എവിടെയെങ്കിലും ഒക്കെ ശിർക്കിനെതിരെ താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കല്ലുകളെ ആരാധിക്കാൻ പാടില്ല എന്നത് മാത്രമാണ് എന്നാണ് അവർ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ശിർക്കും തൗഹീദും അത് വേറിടുന്നത് കല്ലോ മണ്ണോ എന്നുള്ള വിഷയത്തിലല്ല, മനുഷ്യനോ കല്ലോ എന്നുള്ള വിഷയത്തിലല്ല, മറിച്ച് പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുമ്പോൾ അതിനെ തൗഹീദ് എന്ന് പറയുന്നു. അത് അല്ലാഹുവിന് നൽകേണ്ട കാര്യങ്ങൾ അത് ആർക്ക് നൽകിയാലും, അത് മലക്കുകൾക്ക് നൽകിയാലും ശരി, ജിന്നുകൾക്ക് നൽകിയാലും ശരി, സാലിഹീങ്ങളായ ആളുകൾക്ക് നൽകിയാലും ശരി, അള്ളാഹുവിന്റെ ഏറ്റവും അടുപ്പക്കാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് നൽകിയാലും ശരി, ഇസ്ലാം പഠിപ്പിക്കുന്നത് അതെല്ലാം ശിർക്ക് തന്നെ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എവിടെയും വിഗ്രഹത്തെ ആരാധിക്കുന്നത് മാത്രമാണ് ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ഒന്നിലും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹുവിന് പുറമെ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അതിലെല്ലാം പെട്ട് കഴിഞ്ഞു. അള്ളാഹു മാത്രമേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥനകൾക്ക്, അള്ളാഹു മാത്രമേ ഉള്ളൂ നമുക്ക് സഹായങ്ങൾ തേടുവാൻ വേണ്ടിയിട്ട്. അത് സഹോദരങ്ങളെ പടപ്പുകളിൽ ഒരാൾക്കും നൽകാൻ പാടില്ല, പടപ്പുകൾ ഒരാൾക്കും നൽകാൻ പാടില്ല. അപ്പോൾ വളരെ വ്യക്തമാണ്, ഖുർആനിൽ വളരെ കൃത്യമായി അള്ളാഹുവിന് പുറമേയുള്ള മുഴുവൻ വസ്തുക്കളോടുമുള്ള ഇബാദത്തുകൾ അത് നിഷേധിക്കുകയാണ്. അതിനെ അള്ളാഹു തആല താക്കീത് ചെയ്തിരിക്കുകയാണ്, വിലക്കിയിരിക്കുകയാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ലാത്തെ ആരാധിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ലാത്ത ആരാണ്? തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ലാത്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഗ്രീക്ക് ദേവതയല്ല, ചില വിവരദോഷികൾ പറഞ്ഞതുപോലെ. സഹോദരങ്ങളെ, ലാത്ത എന്ന് പറയുന്നത് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. മക്കയിൽ ഉണ്ടായിരുന്ന തായിഫിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. മക്കയിലേക്ക് ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു വരുമ്പോൾ സവീഖ് എന്ന മധുര പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സ്വാലിഹായ നല്ലൊരു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനായിരുന്നു ലാത്ത എന്നുള്ളതാണ് ചരിത്രത്തിലും തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ലാത്ത മരിച്ചുപോയി.
ലാത്ത മരിച്ചുപോയി, സാലിഹായ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥിരമായി ഇരുന്നിരുന്ന ഒരു കല്ലിന്റെ അടുക്കൽ ആളുകൾ വന്ന് ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ നിർവഹിക്കാൻ തുടങ്ങി. പിന്നീട് ആ പ്രാർത്ഥന, ലാത്തക്ക് നൽകേണ്ട പ്രാർത്ഥന കല്ലിന് തന്നെ നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന മുഴുവൻ കല്ലുകളോടും വിഗ്രഹങ്ങളോടുമുള്ള പ്രാർത്ഥനകളൊക്കെ യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് അതിന് പിന്നിൽ ഒരാളുണ്ട് എന്നുള്ളതാണ്, അതിന്റെ പിന്നിൽ ഒരു സങ്കല്പമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ രൂപത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ലാത്തയോടുള്ള ആരാധനയാണ് അവർ ആ കല്ലിനോട് പ്രാർത്ഥിക്കാനുണ്ടായിരുന്ന കാരണമെന്ന് കാണാൻ സാധിക്കും. അപ്പൊ സ്വാലിഹായ ലാത്ത എന്ന് പറയുന്ന മനുഷ്യനോട് സഹോദരങ്ങളെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു ചോദിച്ചല്ലോ, എന്താണ് ഈ ലാത്തയുടെ കാര്യം, എന്താണ് ഈ മനാത്തയുടെ കാര്യം, എന്താണ് ഈ ഉസ്സയുടെ കാര്യം? അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിമർശിച്ച് ചോദിക്കുകയാണ്, ആരൊക്കെയാണ് ഇവർ, എന്താണ് ഇവർക്ക് പ്രാർത്ഥിക്കാൻ അർഹത, എന്താണുള്ളത്, സഹായം തേടാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ വളരെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, തൗഹീദും ശിർക്കും വേർതിരിയുന്നത് മുസ്ലിമീങ്ങളെ ഒരിക്കലും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞാൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് ചെയ്തിട്ടുള്ളൂ എന്നാരും വ്യാമോഹിക്കരുത്. മറിച്ച് അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥനകൾ ഏതാകട്ടെ, അത് നിന്റെ സഹായഘട്ടങ്ങളാകട്ടെ, നീ നിന്റെ നിസ്കാരം അള്ളാഹുവിന് നൽകുന്നത് പോലെ, നിന്റെ നോമ്പ് അള്ളാഹുവിന് നൽകുന്നത് പോലെ, നിന്റെ ആരാധന കർമ്മങ്ങൾ ഉദ്ഹിയ്യത്ത് അള്ളാഹുവിന് നൽകുന്നത് പോലെ, നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, ആ അർത്ഥത്തിലാണ് നീ അതെല്ലാം ചെയ്യുന്നതെങ്കിൽ, സഹോദരങ്ങളെ, നിനക്ക് പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് തേടേണ്ടത്, അവരോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കരുത്, അത് വലിയ പാപമാണ് എന്ന് മാത്രം ഇസ്ലാം ഒതുങ്ങുന്നില്ല. ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെ ആരാധിക്കാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആരാധനകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കുക. കാരണം ആരാധിക്കപ്പെടുന്ന അവന് പുറമെയുള്ള മുഴുവൻ കാര്യങ്ങളും നിരർത്ഥകമാണ്, ബാത്തിലാണ്, അതിന് അർഹതയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ പടച്ചിട്ടുള്ള, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന, അതിലുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും എപ്പോഴും ഉപജീവനം നൽകിക്കൊണ്ടേയിരിക്കുന്ന, ഇവിടെ മുഴുവൻ കാര്യങ്ങളും ഏതൊരുവന്റെ അധീനതയിലാണോ നടന്നു പോകുന്നത് അവനു മാത്രമേ ആരാധനകൾക്ക് അർഹതയുള്ളൂ. അവന് പുറമെ ആരാധിക്കപ്പെടാൻ ഒരാൾക്കും അർഹതയില്ല. നിങ്ങൾ ആരാധിക്കുന്ന ഖബറുകളിൽ കിടക്കുന്ന മനുഷ്യന്മാർ നിങ്ങളെക്കാൾ ദുർബലരാണ്. നിങ്ങൾക്ക് നടക്കാൻ സാധിക്കും, ഖബറിലേക്ക് പോകാൻ സാധിക്കും, എന്നിട്ട് അവിടെ ചോദിക്കാൻ സാധിക്കും. എന്നാൽ ആ ഖബറിൽ കിടക്കുന്നവർക്ക് അവർ മണ്ണായി തീർന്നിട്ടുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ വിധിച്ചിട്ടുള്ള സ്വർഗീയമായ അനുഭവമോ അല്ലെങ്കിൽ നരകീയമായ അനുഭവമോ എന്താണ് അവൻ വിധിച്ചിട്ടുള്ളത്, അത് അനുഭവിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് പുറത്തേക്ക് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ സഹോദരങ്ങളെ അവർക്ക് ആർക്കും സാധിക്കുകയില്ല. അതൊരു നബിക്കും സാധിക്കുകയില്ല, ഒരു വലിയനും സാധിക്കുകയില്ല, ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവാരാധന തൗഹീദ് എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, നാട്ടുകാരെ, നിങ്ങൾ അറിയണം, അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ റബ്ബിനെ, ആ അള്ളാഹുവിനെ മനസ്സിലാക്കി ആ അള്ളാഹുവിന് മാത്രം ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അവൻ പറഞ്ഞതിനനുസരിച്ച് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമതായി പറഞ്ഞിട്ടുള്ള കാര്യം, അവരുണ്ടാക്കി വെക്കുന്ന വലിയൊരു സന്ദേഹം എന്ന് പറയുന്നത്, ഖുർആനിൽ അല്ലാഹു ശിർക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിഗ്രഹത്തെ ആരാധിക്കുന്നവർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അല്ലാഹുവിന് പുറമെ ആരാധിച്ചാൽ, അല്ലാഹുവിന് പുറമെ ശിർക്ക് ചെയ്താൽ നരകമുണ്ടെന്ന് പറഞ്ഞതെല്ലാം അത് വിഗ്രഹ ആരാധകർക്ക് മാത്രമാണെന്ന് പറഞ്ഞ് ഖബറുകൾ ആരാധിക്കുന്നവരും ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നവരും സഹായം തേടുന്നവരുമെല്ലാം രക്ഷപ്പെടുകയും ജനങ്ങളെ വഴിപഴപ്പിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, നാലാമത്തെ അടിസ്ഥാനം സഹോദരങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി നൽകേണ്ടത്, മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസം, അവരുടെ ചരിത്രങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യപ്പെടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇന്നത്തെ മുസ്ലിം സമുദായം, മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അഭിസംബോധന ചെയ്തിരുന്ന ആ മുശ്രിക്കുകൾ അവരെക്കാളും അധപ്പതിച്ച അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെയുള്ള ഇതര സമസ്ത വിഭാഗങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കി എന്ന് ആരും പറയരുത്. ഞങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല.
മറിച്ച് നിങ്ങളുടെ വിശ്വാസം അതിനേക്കാളും അപകടത്തിലെത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം പലപ്പോഴും ആരെങ്കിലും തൗഹീദിന് വേണ്ടി ആത്മാർത്ഥമായി സംസാരിച്ചാൽ, നിങ്ങളെയൊക്കെ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി സംസാരിച്ചാൽ, അതിന് മറുപടികളൊന്നും ഇല്ലെങ്കിൽ, അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും നിരത്താനില്ലെങ്കിൽ, ഇതുപോലുള്ള സന്ദേഹങ്ങളാണ് അവർ പ്രചരിപ്പിക്കാറുള്ളത്. നോക്കൂ, ഇവിടെ ചില ആളുകൾ വന്നിട്ടുണ്ട്, സലഫികൾ വന്നിട്ടുണ്ട്. അവർ ആളുകളെ എല്ലാം മുശ്രിക്കുകളാക്കുന്നവരാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും, അവർ ഒഴികെയുള്ള മുഴുവൻ ആളുകളും അവർ ബഹുദൈവ ആരാധകരാണെന്ന് പറയുന്നവരാണ്. സഹോദരങ്ങളെ, ഞങ്ങളത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് വളരെ വളരെ ബഹുമാനത്തോടുകൂടി സഹോദരങ്ങളെ, നമുക്ക് ഈ തൗഹീദിന്റെ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണുള്ളത്. സ്നേഹത്തോടുകൂടി ഈ തൗഹീദിന്റെ കാര്യം സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്താണ് പറഞ്ഞത്? മക്കയിൽ ഉണ്ടായിരുന്ന ആ മുശ്രിക്കുകളെക്കാളും മോശം അവസ്ഥയിൽ പല വിഷയങ്ങളിലും ഇവർ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു തെളിവുമില്ലാതെ വെറുതെ പറഞ്ഞു പോകുന്നതല്ല, വളരെ കൃത്യമായിട്ട് തന്നെ സഹോദരങ്ങളെ തെളിവോടുകൂടി പറയുന്ന കാര്യമാണത്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളെക്കാളും ഇന്ന് ജീവിക്കുന്ന പലരുടെയും ആ വിശ്വാസം അതപ്പതിച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അവർ എന്തെങ്കിലുമൊക്കെ കച്ചവടത്തിനോ മറ്റോ ഒക്കെ കടൽ കടന്ന് യാത്ര പോകുന്ന സമയത്ത്, കപ്പലിൽ കയറി യാത്ര പോകുന്ന സമയത്ത് ആ കപ്പലിന്റെ നിയന്ത്രണം വിട്ട് അത് പൊടുന്നങ്ങനെ കടലിലേക്ക് മറിഞ്ഞു പോകും എന്ന് കണ്ട് മരണം മുന്നിൽ കാണുന്ന ആ സമയം, പേടിപ്പെടുത്തുന്ന സമയം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസം ചേർത്ത് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അവരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്? ഫൈദാ റകിബു ഫിൽ ഫുൽക്, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴാണ്? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഇദാ ഗശിയഹും മൗജുൻ കൽദുലൽ ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. സൂറത്തുൽ ലുഖ്മാൻ വായിച്ചു നോക്കുക സഹോദരങ്ങളെ. അല്ലാഹു തആല പറയാണ്, അവരെ കൊടുമ്പിരി കൂരിലിട്ടു പോകുന്ന വലിയ വലിയ തിരമാലകൾ വന്നാൽ എന്താണ് സംഭവിക്കുക? ഇന്നും സംഭവിക്കുന്ന കാര്യങ്ങളാണത്. കൂരിലിട്ടുള്ള വലിയ തിരമാലകൾ വന്ന് അവരെ കപ്പലിനെ പൊടുന്നങ്ങനെ മുക്കിക്കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കറിയാം, ഇനി മക്കയിലുള്ള ഏതെങ്കിലും വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, തായിഫിലുള്ള ലാത്തയോട് വിളിച്ചിട്ട് കാര്യമില്ല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കറിയാമല്ലോ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത്, ലോകം ഭരിക്കുന്നത് അള്ളാഹു ആണെന്ന് അവർക്കറിയാം. കടലിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മുഖ്ലിസീൻ, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി, ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ആ നേരത്തെ പ്രാർത്ഥനയിലില്ല എന്നാണ്. അഥവാ യാ അല്ലാഹ് എന്നുള്ള പ്രാർത്ഥന മക്കയിലുള്ള മുശ്രിക്കുകൾ കപ്പൽ മുങ്ങിപ്പോകാൻ നേരത്ത്, കടലിന്റെ ആഴക്കടലിലേക്ക് പതിക്കുമെന്ന നേരത്ത് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. പക്ഷെ അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അവരുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചുകൊണ്ട് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അവർക്ക് സൗഖ്യമുള്ള കാലഘട്ടം വരുന്ന സമയത്ത് വീണ്ടും റബ്ബിനോട് പങ്കു ചേർക്കുകയാണ്. കാരണം ആ പങ്കു ചേർക്കാൻ ഇവർക്ക് ചില ന്യായങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരം ശിർക്കുകൾ നടക്കുന്നത്. ചില ന്യായങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അടുക്ക് അടുപ്പം ഉണ്ടാക്കാനാണെന്നാണ്. അള്ളാഹു ആ ന്യായത്തെ അംഗീകരിക്കുകയല്ല, മറിച്ച് അവരുടെ ശിർക്കിനെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിമർശിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് മക്കയിലുള്ള മുശ്രിക്കുകളുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നതാണ്, പറഞ്ഞു തന്നതാണ്. ഖുർആനിലെ ചരിത്രം ഇത് ഇങ്ങനെയല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. ഇത് പറഞ്ഞത് സ്വഹാബികളെ കുറിച്ചാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതുപോലെ ഞാൻ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള പല വിശ്വാസങ്ങളും മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഇത് സ്വഹാബികളെ കുറിച്ച് പറഞ്ഞതാണെന്ന്? ചിലപ്പോൾ അത് അറിയാത്ത ഒരു സമസ്തക്കാരനോട്, സാധുവായ ഒരു വ്യക്തിയോട് കേൾപ്പിച്ചു കൊടുത്താൽ അവൻ വിചാരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സ്വഹാബികളുടെ വിശ്വാസത്തെ കുറിച്ചാണ്. കാരണം എന്തൊരു ഈമാനാണെന്ന് അവർ പറഞ്ഞു കളയും. ആകാശഭൂമികളെ പടച്ചതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയുന്നുണ്ട്. ആരോടാണ് നമ്മൾ രക്ഷ തേടേണ്ടത്? ആരോടാണ് അഭയം ചോദിക്കേണ്ടത്? ആർക്കെതിരെയാണ് നമുക്ക് അഭയം ലഭിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അള്ളാഹ് എന്ന് പറയുന്നുണ്ട്. ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധുക്കൾ വിചാരിക്കും ഇത് സ്വഹാബികളുടെ വിശ്വാസമാണ്. അല്ല, മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ഈ കപ്പലിൽ വെച്ച് പ്രാർത്ഥിച്ചതും മക്കയിലുള്ള മുശ്രിക്കുകളാണ്. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, സമാനമായ ഉദാഹരണം കൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനം അത് നമുക്ക് വളരെ കൃത്യമായി സമർത്ഥിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ മഅദിനിലുള്ള അതിന്റെ എല്ലാ ഉത്തരവാദിത്വവുമുള്ള ഒരു ഖലീൽ ബുഖാരി തങ്ങൾ നിങ്ങൾക്കറിയുന്ന വ്യക്തിയാണ്.
തങ്ങൾ കുടുംബത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്ന അതിന് മുൻപന്തിയിലുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ചില വ്യക്തികളുടെ പേര് പറയേണ്ടി വരുന്നത് ഇവരെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ അത്രമേൽ കടുത്തതായത് കൊണ്ടാണ്. അതല്ലാതെ ഈ വ്യക്തിയെ നേരിട്ട് പരിചയമോ ഇയാളോട് എന്തെങ്കിലുമൊക്കെ വ്യക്തി വൈരാഗ്യമോ അതല്ലെങ്കിൽ ഇയാളോട് എപ്പോഴെങ്കിലുമൊക്കെ ഒരു കച്ചവടം ചെയ്തതിന് നമ്മളെ പറ്റിച്ചതിന്റെ ദേഷ്യമോ ഇതൊന്നുമല്ല. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി പറയട്ടെ, നിങ്ങളെ ഇയാൾ പിഴപ്പിച്ചു കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? ഇയാളുടെ യൂട്യൂബ് ചാനലിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, മുസ്ലിമീങ്ങളെ പറയുകയാണ്, ഞങ്ങളിതാ യാത്ര ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, കപ്പലിൽ തന്നെയാണ് യാത്ര, കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, തിരമാലകൾ ആർത്തുലച്ചു വരികയാണ്, ഞങ്ങൾ മരണം മുന്നിൽ കാണുന്ന അവസ്ഥയുണ്ടാകുകയാണ്, ഞങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് സഹായം ലഭിച്ചു എന്ന്. സഹോദരങ്ങളെ, നഊദു ബില്ലാഹ്, ദീനുൽ ഇസ്ലാമിൽ നിന്നും ഒരാൾ തെറിച്ച് മുശ്രിക്കാകുന്ന ആ ഒരു വിശ്വാസം അയാൾ ഇത് അഭിമാനത്തോടു കൂടി പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? ബദരീങ്ങളെ പോരിശ അറിയിക്കുന്നതിന് വേണ്ടി. ബദരീങ്ങൾ വലിയ മഹത്തുക്കളാണ്, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചോളൂ. പ്രയാസമുണ്ടോ? എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വല്ല ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫ്ലൈറ്റ് എങ്ങാനും ഗർത്തത്തിൽ വീഴുന്ന സമയത്ത് ഇത് പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാഹന അപകടം കാണുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ മക്കയിൽ ഉണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത കടുത്ത ശിർക്കൻ വിശ്വാസം സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം മക്കയിലുള്ള മുശ്രിക്കുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. പ്രയാസം കൊടുമ്പിരി കൊള്ളുമ്പോൾ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഇരു സമസ്തകളും പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? സഹോദരങ്ങളെ, ഈ മുസ്ലിമീങ്ങളായ സാധുക്കളോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രയാസം കൂടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് പോകണമെന്നുള്ളതാണ്. നിങ്ങൾക്കറിയുമോ, ഇവിടെ കൊറോണ വ്യാപിച്ച സമയം ആളുകൾ ഇങ്ങനെ ദിനംപ്രതി മരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായ സമയത്ത്, അതുപോലെയുള്ള ഈ പേരാമ്പ്രയിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന പല മാരക വൈറസുകളൊക്കെ വ്യാപിച്ച സമയത്ത്, ആളുകൾ നെട്ടോട്ടം ഓടുന്ന സമയത്ത് സാധുക്കളായ ജനങ്ങളെ അപ്പോഴും വഞ്ചിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊക്കെ ഇപ്പൊ പഴയതുപോലെ കുത്തുബിയത്ത് കഴിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ കുത്തുബിയത്ത് കഴിക്കണം. എന്താണ് കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ? യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ചുകൊണ്ട്, സഹോദരങ്ങളെ, 1000 പ്രാവശ്യം മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്ന, 1000 പ്രാവശ്യം മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ച് നേർക്ക് നേരെ തേടുന്ന കടുത്ത ബഹുദൈവ ആരാധന അത് നടത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ആ സാധുക്കളോട് പറയുകയും, ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇനിയെങ്കിലും മക്കളെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് സഹായം തേടി ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടൂ എന്ന് പറയുന്നതിന് പകരം അവരെ കടുത്ത ശിർക്കിലേക്ക് തള്ളിവിടുകയാണ്. എവിടെ എത്തി സഹോദരങ്ങളെ അവസ്ഥ? എന്നാൽ ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, അതിനേക്കാൾ അപ്പുറത്തേക്ക് മക്കാ മുശ്രിക്കുകളെക്കാൾ ഒന്നുകൂടി കടുത്ത ധിക്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇവരിലുള്ള വലിയൊരു വിഭാഗം. ഒരുപാട് സഖാഫിമാരെ നമുക്ക് കാണാൻ സാധിക്കും. സഖാഫിമാർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ആ പേര് അവർക്ക് യോജിക്കുകയില്ല. എന്താണ് അവർ ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? സഹോദരങ്ങളെ, അവർ പറയുന്നത്, നാം നേരത്തെ പറഞ്ഞല്ലോ, മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസം ആകാശഭൂമികളുടെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്നുള്ള വിശ്വാസം. ആ കാര്യം അവരിതാ ഇന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് ചിലരെ സ്ഥാപിച്ചുകൊണ്ട് അവർക്കുണ്ട് എന്ന് പറയുകയാണ്. കോഴിക്കോടുകാരാണ് നിങ്ങൾ ഇവിടെ നിന്നും വളരെ അടുത്ത് വയനാട് റോഡിലേക്ക് പോയാൽ നമുക്ക് മടവൂർ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിയാർ ജീവിച്ചിരുന്നു. അയാളുടെ അവസാന കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധി പോലും പോയിക്കൊണ്ട് മന്ദബുദ്ധിയായിക്കൊണ്ട് പിരാന്തനായിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊക്കെ വലിയ അക്ഷരത്തിൽ CM മടവൂർ എന്ന് പറഞ്ഞ് പല ഹോട്ടലുകളിലും CM എന്നുള്ള വലിയ അക്ഷരത്തിൽ എഴുതിയാൽ എന്തെങ്കിലുമൊക്കെ ബറക്കത്ത് കിട്ടുമെന്ന് വിചാരിച്ചൊക്കെ എഴുതുന്ന ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു വലിയ ഭ്രാന്തനായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലമൊന്നുമല്ല അത്. അയാളെ കണ്ട പലരും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയാളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. അയാൾ നിസ്കരിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അയാൾ ഒരു വക്ത് പോലും നിസ്കരിക്കുമായിരുന്നില്ല. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ആ ഉസ്താദുമാരോട് ചോദിക്കണം, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇസ്ലാമികമായ വിധി എന്താണ്? പിന്നീട് അവനെ മുസ്ലിം എന്ന് പറയുമോ? ഇജ്മാ ഉള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഇസ്ലാമിക ലോകത്ത് രണ്ടഭിപ്രായമില്ലാത്ത കാര്യമാണ് ഒരാൾ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5 നേരത്തെ നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് മദ്രസകളിൽ അതല്ലേ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഔലിയാക്കൾക്ക് നിസ്കരിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇയാൾ നിസ്കരിക്കില്ല, 5 നേരത്തെ നിസ്കാരം അയാൾക്കില്ല. അയാൾ റമളാൻ മാസത്തിൽ നോമ്പെടുക്കുകയില്ല എന്ന് മാത്രമല്ല,
സാധുക്കളായ അയാളെ കാണുവാൻ വേണ്ടി, അയാളുടെ ദർശനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഭക്തന്മാരായി പോകുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, വിവരമില്ലാത്ത സാധുക്കൾ, അവരയാൾ നോമ്പ് മുറിപ്പിക്കും. ഇതാണ് ചരിത്രമുള്ള കാര്യമാണ്. നമ്മൾ വെറുതെ മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ ഇത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ളതല്ല. സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇവരുടെ ഇയാളുടെ പോരിശയായിക്കൊണ്ട് CM മടവൂർ സ്മരണികകളിൽ എഴുതി വിടുന്ന കാര്യമാണ്. ഇയാൾ അത്ര വലിയ പദവിയിലെത്തിയ ആളാണ് എന്നാണ് പറയുന്നത്. എന്താണ് സഹോദരങ്ങളെ പറഞ്ഞു വെച്ചത്? റമദാൻ മാസത്തിൽ നോമ്പെടുക്കുകയില്ല എന്നാണ്. അതുപോലെ തന്നെ ആ കാണുന്ന രൂപത്തിലുള്ള വളരെ മോശപ്പെട്ട അസഭ്യങ്ങൾ പുലമ്പുന്ന ആളായിരുന്നു ഞങ്ങളുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖോരെ എന്ന് വിളിച്ചുകൊണ്ട് ആ മടവൂരിനെ അവർ പരിചയപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ആ മടവൂരിനോട്, അത്തരത്തിലുള്ള വ്യക്തികളോട് അവർ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, മക്കയിലുള്ള മുശ്രിക്കുകൾ ചെയ്യാത്ത ചില വാദം, ഇവർക്ക് ആകാശഭൂമികളെ നിയന്ത്രണമുണ്ട് എന്ന് പറയുകയാണ്. നേരത്തെ നമ്മൾ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞല്ലോ, മക്കയിലുള്ള മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു അർശിന്റെ ഉടമൻ അൽ അർശുൽ അലീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥത അള്ളാഹുവിനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് ഈ ആളുകൾ അവർ പറയുന്നത് ഈ മടവൂരിന് അയാൾക്ക് ലോകങ്ങളുടെ നിയന്ത്രണം മാത്രമല്ല, ഭൂമിയുടെ നിയന്ത്രണം മാത്രമല്ല, അർശിന്റെ നിയന്ത്രണം പോലും അയാൾക്കുണ്ട് എന്നുള്ളത് സഖാഫിമാർ പരസ്യമായി യൂട്യൂബിലൊക്കെ പ്രസംഗിച്ചു പോരുകയാണ്. ജനങ്ങളെ വഴിപഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഒരു കാലത്തും വിശ്വസിച്ചിട്ടില്ലാത്ത ഈ കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ, ഒരു ഭ്രാന്തനായ മനുഷ്യൻ, അയാളെ കൊണ്ട് പറയുകയാണ് അയാളാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇവിടെയുള്ള ആകാശത്തോട് പറന്നു പോകുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റും അതുപോലെ തന്നെ ഖത്തർ എയർവേസും ഇങ്ങനെ നടക്കുന്ന മുഴുവൻ ഫ്ലൈറ്റുകളെയും നിയന്ത്രിക്കുന്നത് മടവൂരിലുള്ള ഈ ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അയാൾ അത്ര വലിയ കഴിവുള്ളവനാണ് എന്നൊക്കെ പറയുകയാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള കാര്യമാണ്. അയാൾ മുദബ്ബിറുൽ ആലമാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് അങ്ങനെയെല്ലാം കഴിവുണ്ട് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും ഞങ്ങളത് പറഞ്ഞിട്ടില്ല, അത് വേറൊരു വിഭാഗമാണ്, ഞങ്ങളത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കുറച്ച് മെച്ചമുള്ളതാണ്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവരോട് പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന കടുത്ത ശിർക്ക് എന്ന് പറഞ്ഞു. അത് അവർക്ക് കഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് അങ്ങനെ കഴിവ് കൊടുത്തൂടെ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ കളവ് പറഞ്ഞവരാണ് ഇവർ. അവരോട് നമുക്ക് ചോദിക്കാമല്ലോ, അള്ളാഹു എന്നാൽ ഇങ്ങനെയും കഴിവ് കൊടുത്തൂടെ? ലോകത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് CM മടവൂരിന് കൊടുത്തൂടെ? എന്തുകൊണ്ട് സാധിക്കുകയില്ല? അതുകൊണ്ട് സഹോദരങ്ങളെ, യുക്തിവാദം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ഷിർക്കിലേക്ക് നയിക്കുന്ന വലിയ ആളുകൾ സഹോദരങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത കടുത്ത ഷിർക്ക് സഹോദരങ്ങളെ ഇന്ന് നടമാടുന്നു. ലോകങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഈ പറയുന്ന ഔലിയാക്കന്മാർക്ക് പങ്കുണ്ടെന്ന് ഇവർ വാദിക്കുകയാണ്. നിങ്ങൾ നോക്കൂ എവിടെ വരെ എത്തി കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുൽ കുർസി നമ്മളൊക്കെ 5 നേരവും നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യുന്ന, രാവിലെയും വൈകുന്നേരവും ദിക്റുകളുടെ കൂടെ പാരായണം ചെയ്യുന്ന, ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മനപ്പാടമുള്ള സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം, ഇത് വിശദീകരിക്കുന്ന വേളയിൽ സഹോദരങ്ങൾ അവർ പറയുകയാണ് ലാ തഖുദുഹു സിനതും വലാ നൗം, അല്ലാഹുവിന് ഉറക്കവുമില്ല തൂക്കിയുറക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിർത്തുന്നില്ല. ഇതേപോലെയാണ് വലികൾ എന്നാണ് ആ ശൈത്താൻ പറഞ്ഞത്. ഇതേപോലെയാണ് വലികൾ. CM മടവൂരിന് തൂക്കിയുറക്കമില്ലത്രേ, CM മടവൂരിന് ഉറക്കമില്ലത്രേ. ഞങ്ങളുടെ ഔലിയാക്കന്മാർ ഒരു പദവിയിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ സ്ഥാനത്തെത്തും അത്രേ, അവർ ഉറങ്ങുകയില്ലത്രേ. എങ്കിൽ കൊണ്ടുവരണം, നിങ്ങൾ പറയുന്ന ഔലിയാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവരണം ഞങ്ങളുടെ മുന്നിൽ. അവർ ഉറങ്ങുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. എത്ര ദിവസം അവർ ഉറങ്ങാതിരിക്കും? സഹോദരങ്ങളെ, മനുഷ്യന്റെ ബുദ്ധിയെ പോലും മരവിപ്പിക്കുന്ന രൂപത്തിലുള്ള വിവരക്കേടുകൾ പറയുകയും ഏറ്റവും ഇസ്സത്തോടുകൂടി പ്രതാപത്തോടുകൂടി സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കേണ്ട അതിനുത്തരവാദിത്തപ്പെട്ടവരായ മുസ്ലിമീങ്ങളെ ഏറ്റവും നിന്ദ്യതയുടെ ഷിർക്കിന്റെ ബഹുദൈവാരാധനയുടെ പടുക്കുഴിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുകയാണ് യഥാർത്ഥത്തിൽ ഇരു സമസ്തകളുടെയും മുസ്ലിയാക്കന്മാർ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ, ഏതെങ്കിലുമൊക്കെ സമസ്തയിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അതിനോട് അനുഭാവമുള്ളവർ, അവർ പറയുന്ന ഖബറാരാധനയും മറ്റുമൊന്നും തെറ്റല്ല എന്ന് ഇതുവരെ വിശ്വസിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് വളരെ സ്നേഹത്തോടു കൂടി പറയട്ടെ, സഹോദരങ്ങളെ, ഇത് ആരോടെങ്കിലും ഒക്കെ ഉള്ള ഒരു വെറുപ്പിന്റെ പേരിൽ നടത്തിയതല്ല. ഇതാർക്കെങ്കിലും ഒരു മറുപടി പറയണം. അങ്ങനെ നമുക്ക് 4 ആളെ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒക്കെ ഇലക്ഷന് നമ്മൾ വോട്ട് കിട്ടും, അതിനുവേണ്ടി പറയുന്നതല്ല. നമ്മൾ ഇതിനു വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നവരല്ല.
ഇത് സഹോദരങ്ങളെ, അല്ലാഹു സത്യം, ഏഴാകാശത്തിന് മുകളിലുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയെ അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ ഷിർക്കിന്, ആരാധനയെ ഷിർക്ക് എന്ന് വിളിച്ചത് എന്തിന്റെ പേരിലാണ് എന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ലാത്തയോട് വിളിച്ചത്, മനാത്തയോട് വിളിച്ചത്, ഇബ്രാഹിം നബിയോട് തേടിയത് എന്തിനായിരുന്നു എന്ന് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ഖുർആനിൽ ഷിർക്ക് എന്ന് പറയുന്നത് കേവലം വിഗ്രഹാരാധനയെ കുറിച്ച് മാത്രം പറഞ്ഞതല്ല, മറിച്ച് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ആരാധനയും ഖുർആൻ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ഇനി ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മക്കയിലുള്ള മുശ്രിക്കുകളെക്കാളും മോശം അവസ്ഥയിലേക്ക് ഇന്നത്തെ പല ആളുകളും എത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സഹോദരങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിരെ കണ്ണടച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒക്കെ സംഘടനാ പോരിന് വേണ്ടിയിട്ടുള്ള വിഷയമല്ല. സംവാദ വേദികളിൽ വന്ന് എതിരാളി എങ്ങനെയെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞുകൊണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ മേശയിൽ അടിച്ചുകൊണ്ട്, ഒച്ചയുള്ളവൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിക്കൊണ്ട് വിജയിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ ഇവിടെ ഞെളിഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ജയിച്ചു പോകേണ്ട ഒരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞിരിക്കുന്നു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്താണിത്. അർത്ഥം നിങ്ങൾ നോക്കുക. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ നാളെ കണ്ടുമുട്ടണോ, ഫൽയഅമൽ അമലൻ സാലിഹാ, നിങ്ങൾ ഭൂമിയിൽ വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിന് പുറമെ ഒരാളിലും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ഒരാൾക്കും അല്ലാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ സഹോദരങ്ങളെ അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, മറ്റൊരിടത്ത് അല്ലാഹു തആല പറയുന്നു, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവരുടെ സങ്കേതം നരകമാണ്. അങ്ങനെയുള്ള അക്രമകാരികൾക്ക് വമാലുൽ ളാലിമീൻ മിൻ അൻസാർ, അവിടെ ഒരു സഹായിയും കിട്ടുകയില്ല, ഒരു ഉസ്താദിനെയും കിട്ടുകയില്ല, ഒരു മനുഷ്യനെയും അവിടെ സഹായിയായി കിട്ടുകയില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഖുർആനിൽ ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് നോക്കേണ്ടതില്ല. ഇയാൾ പറഞ്ഞതുപോലെ, ഇന്നയാൾ പറഞ്ഞതുപോലെ അങ്ങനെ ഖുർആനിന്റെ ആശയമുണ്ടോ? ഇയാൾ പറഞ്ഞത് തന്നെയാണോ തൗഹീദ്? ഇയാൾ പറഞ്ഞതുപോലെയാണോ ഷിർക്ക്? നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. അല്ലാഹു തആല നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അത് പഠിക്കാൻ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓരോ മനുഷ്യനോടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ മുസ്ലിയാക്കന്മാർ നാളെ സഹായികളായി ഉണ്ടാകും. അവർ പറയുന്നത് പോലെ കേട്ടാൽ മതി. ഖുർആനൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഹദീസ് ഉദ്ധരിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും നമ്മൾക്ക് മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞ് നേർക്ക് നേരെ വളരെ കൃത്യമായിട്ടുള്ള ഈ തൗഹീദിന്റെ ആശയം, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റിയ ഈ തൗഹീദിന്റെ ആശയം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ അന്ധമായി പിൻപറ്റി കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത്തരക്കാർ നാളെ എങ്ങനെയായിരിക്കും ആ മുസ്ലിയാക്കന്മാരെ, ആ നേതാക്കന്മാരെ എങ്ങനെയായിരിക്കും അവരെ കൈകാര്യം ചെയ്യുക? അവരുടെ പ്രതികരണം പരലോകത്ത് വെച്ച് എന്തായിരിക്കും എന്നുള്ളതും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. വഖാലു, അവർ പറയുന്നു, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല, നാളെ നരകത്തിൽ കടന്ന് ഇനി ഒരിക്കലും ഇതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. തൗഹീദുള്ളവർ, ഈമാനിന്റെ ഒരു കണികയെങ്കിലും മനസ്സിലുള്ളവർ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എനിക്ക് ഈ നരകത്തിൽ ശിക്ഷ കൂടുക എന്നുള്ളതല്ലാതെ ഇതിൽ നിന്ന് ഒരിക്കൽ പോലും പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. ഇതിന്റെ ശിക്ഷ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന കടുത്ത ഷിർക്ക്, കടുത്ത തീ അവർ കാണുന്ന സമയത്ത്, ശിക്ഷ കാണുന്ന സമയത്ത് അവർ പറയുന്ന വാക്കുകളാണ്, ഇന്ന അതഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങളിതാ ഞങ്ങളുടെ പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ഞങ്ങൾ അനുസരിച്ചു. ഫഅദല്ലൂന സബീല, ഈ നേതാക്കന്മാർ, ഈ പ്രമുഖന്മാർ ഞങ്ങളെ വഴികേൾപ്പിക്കുകയാണ് ഉണ്ടായത്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അവിടെ വെച്ച് അവർ റബ്ബിനെ മാത്രം വിളിക്കുകയാണ്. റബ്ബനാ ആതിഹിം ദിഅഫൈന മിനൽ അദാബ്, അവർക്ക് രണ്ടിരട്ടി ശിക്ഷ കൊടുക്കണം. ഈ മുസ്ലിയാക്കന്മാർക്ക് രണ്ടിരട്ടി ശിക്ഷ കൊടുക്കണം. വൽ അൻഹും ലഅനൻ കബീറ, കടുത്ത ശാപം റബ്ബേ ഇവർക്ക് ഏർപ്പെടുത്തണം എന്ന് സഹോദരങ്ങളെ വിലപിച്ച് പറയുന്ന ഒരു പരലോകം വരാനുണ്ട്. അതുകൊണ്ട് നാളെ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് പരസ്പരം പഴിചാരിയത് കൊണ്ട് നരകത്തിൽ നിന്നും പഴിചാരപ്പെട്ടവനോ പഴിചാരുന്നവനോ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. യൗമ തുഖല്ലബു വുജൂഹും
ഫിന്നാർ, നരകത്തിൽ അവർ കിടന്നു മറയുന്ന സമയത്ത് അവർ പറയും യഖൂലൂൻ യാ ലൈതന അതഅന അല്ലാഹ വഅതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, ഖുർആനിൽ പറഞ്ഞതുപോലെ തൗഹീദ് മനസ്സിലാക്കി ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ, വഅതഅന റസൂല, ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ തൗഹീദിനെ മനസ്സിലാക്കി സുന്നത്തിനെ മനസ്സിലാക്കി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ളവർ അവർ വിലപിച്ചു പറയുകയാണ്. അതുകൊണ്ട് ബഹുമാന്യരായ മുസ്ലിമീങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ദീൻ അത് വളരെ സുതാര്യമാണ്. ഇതിന്റെ ദീൻ അത് നേരായ വെളിച്ചത്തിന്റെ പാതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയിട്ടുള്ളത്. അത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, തീർച്ചയായും 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 ഹക്ക് മനസ്സിലാക്കാൻ, സത്യം മനസ്സിലാക്കാൻ അത്രമേൽ എളുപ്പമുള്ളതാണ് ഇസ്ലാമിന്റെ ആദർശം. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, അങ്ങനെ തുടങ്ങിയ മുഴുവൻ ഇബാദത്തുകളും ലോകത്തെ പടച്ച ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക എന്നുള്ളതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതിനു പകരം ലോകങ്ങളെ പടക്കാൻ കഴിവില്ലാത്ത, അതിൽ യാതൊരു പങ്കുമില്ലാത്ത, അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത വെറും പടപ്പുകളായ ദുർബലരായ അടിമകളിലേക്ക് അവർ മനുഷ്യരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ഇവിടെയുള്ള മുജാഹിദുകൾ മനസ്സിലാക്കുക, ജിന്നുകളാകട്ടെ, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നതും ശിർക്ക് തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആരുമാകട്ടെ സഹോദരങ്ങളെ, അത് ശിർക്കാണ്, അതെല്ലാം ശിർക്കാണ്, അതെല്ലാം ശിർക്കാണ്, അതിൽ യാതൊരു തൗഹീദുമില്ല. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് സ്വർഗ്ഗമുണ്ട്. അങ്ങനെ തൗഹീദിലായി മരണപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈആ, ആരെങ്കിലും ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും എല്ലാം അല്ലാഹുവിനോട് മാത്രമാക്കിക്കൊണ്ട് അങ്ങനെ ഇവിടുന്ന് മരണപ്പെട്ടു പോയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. സഹോദരങ്ങളെ, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്, ഒരു സംശയവുമില്ലാത്ത ഉറപ്പുള്ള കാര്യമാണ്. നീ നിന്റെ ജീവിതത്തിൽ മുഴുവൻ ഇബാദത്തുകൾ അല്ലാഹു മാത്രമേ നീ നൽകിയിട്ടുള്ളൂ. അല്ലാഹു അല്ലാത്ത ഒരാളോട് നീ പ്രാർത്ഥിച്ചിട്ടില്ല, സഹായം തേടിയിട്ടില്ല, ഒരു ഖബറിന്റെ അടുക്കൽ നീ പോയിട്ടില്ല, ഒരു ഏലസും കെട്ടിയിട്ടില്ല, ഒരു ഉറുക്കും കെട്ടിയിട്ടില്ല. അങ്ങനെ നിന്റെ ജീവിതം മുഴുവൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിക്കുന്ന നിന്റെ ജീവിതവും മരണവും മുഴുവൻ ആരാധന കർമ്മങ്ങളും അല്ലാഹുവിനാണെന്ന് നീ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ദഖലൽ ജന്ന, നിങ്ങൾ മുഴുവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മനോഹരമായ സ്വർഗ്ഗം സഹോദരങ്ങളെ, അത് നിനക്ക് വേണോ? ഇവിടുന്ന് ഏറ്റവും നിന്ദ്യനായി കഴിയുന്ന ഇത്തരത്തിലുള്ള പടപ്പുകളോട് പ്രാർത്ഥിച്ച് സഹായം തേടി അങ്ങേയറ്റത്തെ കൊടും ചൂടായ, അങ്ങേയറ്റത്തെ കടുത്ത ശിക്ഷയായ നരകത്തിലേക്ക് പ്രവേശിക്കണമോ? ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇത് എന്നെ തന്നെ ബാധിക്കുന്ന, അവനവനെ ബാധിക്കുന്ന കാര്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ ഗുണകാംക്ഷയോടുകൂടി കേട്ട് വിലയിരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാര ശേഷം 2 പ്രഭാഷണങ്ങൾ കൂടിയുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾ തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇശാ നിസ്കാരം 8:35 ആയിരിക്കും ഉണ്ടാവുക. അതുവരെ പ്രഭാഷണം നീളുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശിച്ച് അവനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തിലാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മഹത്തായ ഔദാര്യത്തിനാൽ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.